എന്ത് പറ്റി അനീഷ്ക? നാട്ടിലൊക്കെ പോയി വന്ന് അടിച്ചു പൊളിച്ച് വന്നിട്ട് എന്താ അത്ര വിഷമിച്ചിരിക്കുന്നത്? എങ്ങനെ അടിച്ചു പൊളിക്കാനാ? നാട്ടിൽ ചെന്നപ്പോ ചെലവോട് ചെലവ്. ഇപ്പൊ വൈഫിന്റെ അനിയത്തിയുടെ കല്യാണം വരുന്നു. ആഹാ, കല്യാണം എന്ന് പറയുമ്പോ നല്ല അടിപൊളിയല്ലേ? അപ്പൊ നിങ്ങൾ ജ്വല്ലറിയിലേ നിൽക്കുന്നത്, എത്ര ടെൻഷൻ അടിക്കുന്നത് എന്തിന്? ജ്വല്ലറിയിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. സ്വർണത്തിന് ഇത്രയും വില കയറി കിടക്കല്ലേ, നമ്മളിപ്പോഴുള്ള സാധാരണക്കാർ എങ്ങനെ എടുക്കും? അങ്ങനെ പറയല്ലേ, നിങ്ങൾ പോയി വന്നിട്ടില്ല, നിങ്ങൾ പുതിയ കർഷം വന്നൊന്നും കണ്ടില്ലല്ലോ. എന്നാ നടക്കി, നമുക്ക് നോക്കാം. നമുക്ക് മെച്ചമുള്ളതാണോ? പിന്നെ നടക്കും. സജീഷേ, നമ്മൾ ഇന്നലെ വന്ന പുതിയ കളക്ഷനില്ലേ, അതൊന്ന് അനീഷ്ക കാണിച്ചു. ഇല്ല, രണ്ട് ദിവസമായിട്ട് ലീവ് ഞാൻ ലീവല്ലേ. നീ അതൊന്ന് കാണിക്കേ. പുതിയ മോഡൽ വന്നിട്ടുണ്ട്, ഒന്ന് കാണിക്ക. നീ അനുഷ്ക മോഡല് നോക്കി. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ കളിയാക്കുകയാണോ? ഇതൊക്കെ വെയിറ്റ് കൂടുതലല്ലേ? എത്ര വരും ഈ ഒരു മോഡല്? നമുക്ക് സെറ്റ് വരുന്നുണ്ട്, ബ്രേസ്ലെറ്റ് വരുന്നുണ്ട്, കമ്മല്, റിങ്. ഇതിന് എത്ര വരും? മാല തന്നെ ഒരു പവൻ അടുത്ത് വരില്ലേ? ഒരു പവൻ തോന്നുന്നുണ്ട്. ആ, എന്താ പറയണേ? ഇതിന്റെ ബാർകോഡും 2.5 ഗ്രാമേ ഉള്ളൂ. 2.5 ഗ്രാമിലാണ് ഈ നെക്ലേസ് വരുന്നത്. പിന്നെ ബ്രേസ്ലെറ്റ് ആണല്ലേ, 600 മില്ലി ബ്രേസ്ലെറ്റ്, ഇത് കൊള്ളാം. കമ്മല് ഏകദേശം ഒന്ന് ഗസായി. ഇതിന് എത്ര എമൗണ്ട് വരും ടോട്ടൽ എമൗണ്ട്? ഇത് 2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വില വരല്ലേ? 2 ലക്ഷോ? എന്താ പറയണേ? എത്ര വരും ഇതിന്? ഇത് 50,000 റുപ്യ റേറ്റ് വരുന്നുള്ളൂ. അത്രേ ഉള്ളു? അത്ര റേറ്റ് വരുന്നുള്ളൂ. 50,000 റുപ്യ റേറ്റ്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഓ, ഒരു ആശ്വാസമായി. ഒന്നും നോക്കണ്ട, ഇത് നമുക്ക് ബില്ല ചെയ്യാം.